നമസ്കാരം. 2026 ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഡീലുണ്ടാക്കി, ഡീലുകളെ കുറിച്ചുള്ള ആരോപണം. അതായത് BJP-യുമായി ഡീലുണ്ട്, SDPI-യുമായി ഡീലുണ്ട്, അപ്പുറത്ത് മറ്റു ചില ആളുകളുമായി ഡീലുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരസ്പരം പല ഭാഗങ്ങളിൽ നിന്നും പലരും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി AC മൊയ്തീനാണ്. പ്രമുഖനാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. നേരത്തെ മന്ത്രിയാണ്. 4 തവണ അദ്ദേഹം നിയമസഭയിലെത്തിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ തന്നെ ഇവിടെ പരാജയപ്പെടുത്തിയത് K മുരളീധരനെയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. ഉപതെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത്. വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതോടുകൂടെ മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം മൊയ്തീന്റെ നല്ല കാലം അവിടെ തുടങ്ങുകയായി. പിന്നീട് അദ്ദേഹം സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ഉന്നതിയിലെത്തി. ഇപ്പോൾ കോടീശ്വരനാണ്. മൊയ്തീനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. DYFI-കാരും അതുപോലെ തന്നെ SFI-കാരും ഒക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൊയ്തീനെ കുറിച്ചും അതുപോലെ തന്നെ തൃശ്ശൂരിലെ MK കണ്ണനെ കുറിച്ചും ഒക്കെ അവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങൾ അവരുടെ ആ വോയിസ് ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇവിടെ മൊയ്തീൻ തന്നെയാണ് കുന്നംകുളത്ത് ഡീലിനെ കുറിച്ചുള്ള ആരോപണം ആദ്യം പറഞ്ഞത്. അതായത് UDF-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് മൊയ്തീൻ ആരോപിച്ചപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി PT അജയ് മോഹൻ അതിനെതിരെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും മൊയ്തീൻ ഡീലിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് കുന്നംകുളത്തെ ഡീല് ആരുമായിട്ടാണ് എന്നത് ഒരിക്കൽ കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഞാനൊന്ന് 2009 നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2009 ഒക്ടോബർ 23 NDF-കാർ ഒരു DYFI പ്രവർത്തകനായിട്ടുള്ള നേതാവായിട്ടുള്ള AB ബിജേഷിനെ ക്രൂരമായി ആക്രമിച്ചു. 2009 ഒക്ടോബർ 23 വെട്ടി പരിക്കേൽപ്പിച്ചു. 2009 നവംബർ 2 AB ബിജേഷ് മരിക്കുകയും ചെയ്തു. എന്തായാലും അതുവരെ ഞാൻ നേരത്തെ മറ്റൊരു ചാനൽ പറഞ്ഞതാണ് ഈ AB ബിജേഷിനെതിരെ NDF-കാരുടെ ആക്രമണവും അതുപോലെ തന്നെ AB ബിജേഷ് മരിച്ചതും പിന്നീട് അദ്ദേഹത്തെ ഇവിടെ പാർട്ടിക്കാരൊക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഈ 2009 നവംബർ 2 AB ബിജേഷ് മരിച്ച സമയത്ത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കുന്നംകുളത്തെത്തി. മറ്റൊരു മരണ വീട്ടിലേക്കാണ് പിണറായി വിജയൻ വന്നത്. അതായത് കോട്ടോൽ തമ്പി എന്ന് പറയുന്ന വളരെയധികം പ്രമുഖനായിട്ടുള്ള പ്രധാനിയായിട്ടുള്ള ഒരു ബിസിനസ്സുകാരന്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ പിണറായി വിജയൻ ഒരു സന്ദർശനം നടത്തി. അതായത് വിജേഷിന്റെ വീട്ടുപടിക്കൽ കൂടെയാണ് ഇവിടെ ഈ തമ്പി എന്ന് പറയുന്ന ഈ പ്രമുഖനായിട്ടുള്ള ആളുടെ വീട്ടിലേക്കുള്ള യാത്ര. എന്തായാലും ഞാൻ ആ മനുഷ്യനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കുന്നതല്ല. ഇവിടെ ഉള്ള കാര്യം പറയണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഉള്ളതുപോലെ തന്നെ പറയുന്നത്. തമ്പിയുടെ വീട്ടിലെത്തി അനുശോചനമൊക്കെ അറിയിച്ച് പിണറായി വിജയൻ തിരിച്ചുപോയി. അന്ന് ഈ വിഷയം വലിയ വിവാദമായി. അതായത് NDF-കാർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ശത്രുക്കൾ, ഒരു കാരണവശാലും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ പാർട്ടിയുടെ ഒരു സഖാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. അതിന്റെ ഭാഗമായി ആ സഖാവ് മരണപ്പെട്ടു. എന്നിട്ട് ആ വീട്ടിലൊന്ന് കയറാൻ പിണറായി വിജയൻ അന്ന് തയ്യാറായില്ല. അദ്ദേഹം തിരിച്ചുപോയി. വിവാദമുണ്ടായപ്പോൾ പിണറായി വിജയൻ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷങ്ങൾ ഒരുപാട് പുറകിൽ നടന്ന സംഭവമാണ്. അന്ന് സമൂഹ മാധ്യമങ്ങളൊന്നും അത്ര കാര്യമായ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും ഇപ്പോൾ ഹാജരാക്കാൻ കഴിയില്ല. പഴയ ആളുകൾ, ഇപ്പോഴത്തെ നേതാക്കന്മാരൊക്കെ അക്കാര്യം ഓർത്തു വെക്കുന്നുണ്ടാവും. അവർക്കതറിയാത്ത കാര്യമല്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം 2009 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്താണ് സനൂപ് എന്ന് പറയുന്ന CPIM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി. എന്തായാലും സനൂപിനെ അധികം ആരും മറക്കാൻ സാധ്യതയില്ല. CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ചൂണ്ടലിലാണ് സനൂപിന്റെ വീട്. പാവപ്പെട്ട ഒരു കക്ഷിയാണ്, ഒരു തൊഴിലാളിയാണ്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന നല്ലവനായിട്ടുള്ള ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി. ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ എയ്യാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കടങ്ങോട് പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ്, എയ്യാലിൽ വെച്ചാണ് ഒരു കക്ഷി കുത്തിക്കൊന്നത്. എന്തായാലും ഈ വാർത്ത അറിഞ്ഞ സമയത്ത് ഞാൻ ഈ സ്ഥലത്ത് പോയിരുന്നു. ഈ സനൂപിന്റെ മൃതദേഹം റോട്ടിലാണ് കിടന്നിരുന്നത്. വെള്ളമുണ്ടൊക്കെ ഇട്ട് മൂടി വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ സനൂപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൃത്യമായി കേസ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സഖാക്കൾ കൃത്യമായി അതിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം സനൂപിനെ കൊലപ്പെടുത്തിയ ആ പ്രതിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും എയ്യാൽ സ്വദേശിയാണ്. ഈ കക്ഷി വിദേശത്തൊക്കെ വളരെ കൃത്യമായി അദ്ദേഹത്തിന് പോയി വരാൻ കഴിയുന്നുണ്ട്. ജാമ്യം ലഭിച്ചതിന് ശേഷം ഈ നടപടികളിൽ നിന്ന്, കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രതി രാജ്യം വിട്ടു. ഗൾഫിലേക്ക് പോയി ജോലിയൊക്കെ വളരെ കൃത്യമായി ചെയ്ത്
ഇടക്ക് നാട്ടിലൊക്കെ വന്നു പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൃത്യമായി കേസ് നടത്തിയില്ല, ഭരണമുണ്ടായിരുന്നിട്ട് പോലും ആ രക്തസാക്ഷിയോട് നീതി കാണിച്ചില്ല. ആ രക്തസാക്ഷിയുടെ പ്രതിക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എന്നുകൂടെ സഖാക്കളൊന്ന് വ്യക്തമാക്കണം. എന്തായാലും ഇത് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് രക്തസാക്ഷികളായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പാർട്ടി സഖാക്കൾ അനുഭവിച്ച കാര്യങ്ങളാണ്, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതാണ് പാർട്ടി സഖാക്കൾ, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ. ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ആ ബ്രാഞ്ചിനെ ചലിപ്പിക്കുന്ന ആ ബ്രാഞ്ചിലെ നേതാവാണ്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഒരു നല്ല കാലത്താണ് AB വിജേഷ് ഇവിടെ മരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്. ആ സമയത്ത് അങ്ങനെ കത്തി നിന്നിരുന്ന ആളുകൾ കൊല്ലപ്പെട്ടിട്ട് പോലും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. അവർക്കെതിരെയുള്ള ആളുകളുമായി പാർട്ടിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഇപ്പോൾ SDPIയുമായിട്ടുള്ള ഡീല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന കാര്യം ആർക്കും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ മറ്റൊരു ഭാഗത്ത് സനൂപിനെ കൊന്ന സംഘപരിവാരങ്ങളുമായും പാർട്ടിക്ക് നല്ല ഡീലുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള സനൂപിന്റെ കൊലയാളിക്ക് പല സഹായങ്ങളും ഇവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടി. ആ സഹായങ്ങൾ പാർട്ടി അത് തടയാൻ ശ്രമിച്ചില്ല എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഡീലുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്ത് UDFും അതുപോലെ തന്നെ BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന് ആരോപിക്കുന്ന AC മൊയ്തീന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ വിഷയം ഒന്ന് കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് സഖാക്കൾ ആ വഴിക്ക് നടക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഇക്കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞതാണ്.